ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് മിഥുനമാസം 5-ാം തീയതി, അതായത് 2017 ജൂൺ മാസം 19-ാം തീയതി. ഇന്ന് തിങ്കളാഴ്ചയാണ്. നക്ഷത്രം 28 നാഴിക രേവതിയും ബാക്കി അശ്വതിയുമാണ്. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പമുള്ളത് സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. 45 വർഷത്തിലധികമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മേൽശാന്തിയായി സേവനമനുഷ്ഠിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്ക് ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങളും പ്രശ്നപരിഹാരങ്ങളും ഒക്കെ നിർദ്ദേശിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ഗുരുനാഥനുമായ ഡോക്ടർ കുടമാളൂർ ശർമാജിയെ ഏറെ ആദരപൂർവ്വം നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക്. ബഹുമാനപ്പെട്ട ശർമാജി, പാലക്കാട് നിന്ന് രാധിക മകനു വേണ്ടി എഴുതുന്നു. പഠനം, ഭാവി, ജോലി എന്നിവ അറിയണം. ഗവൺമെന്റ് ജോലി സാധ്യതയുണ്ടോ എന്നും അറിയണം. കലാപരമായി വളരെ കഴിവുള്ള കുട്ടിയാണ്. പക്ഷേ എന്തോ ഒരു നിർഭാഗ്യമുണ്ട്. ഏത് പരിപാടിയിൽ പങ്കെടുത്താലും വളരെ നല്ല പെർഫോമൻസ് ആയിരിക്കും, പക്ഷേ ഫസ്റ്റ് പ്രൈസ് കിട്ടുകയുമില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ? സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളതാണ് ജീവിത ലക്ഷ്യം. അത് നടക്കുമോ? ഗ്രഹനില ചേർക്കുന്നു. വേണ്ട ഉപദേശങ്ങൾ നൽകണം എന്ന് സ്നേഹത്തോടെ. 8-ൽ പാപഗ്രഹം നിൽക്കുന്ന സ്ത്രീ പുരുഷ പണ്ഡിത പാമര കുബേര കുചേല രാജ്യാന്തര വ്യത്യാസമന്യേ അഷ്ടമത്തിൽ ഖേതു എന്ന് ജ്യോതിശാസ്ത്രത്തിലെ ആചാര്യന്മാർ പറയുന്നു. ഇത് പറഞ്ഞു വന്നത് ഈ കുട്ടിക്ക് 8-ൽ ഖേതുവാണ്. അപ്പം കലാരംഗത്തേക്കാണ് ശ്രദ്ധ. കലാകാരനാകും എന്ന് ഈ ജാതക നിലയിൽ ഒരു ഭാഗത്ത് വിസ്തരിച്ച് പറയുന്നുണ്ട്. കാരണം ജനിച്ച ലഗ്നത്തിൻ്റെ 4-ാം രാശിയിലും 7-ാം രാശിയിലും 10-ാം രാശിയിലുമായി കലാകാരനായ ശുക്രൻ എന്ന ഗ്രഹം സ്വക്ഷേത്രം, മൂലക്ഷേത്രം, ഉച്ചക്ഷേത്രം, ഡിഗ്രി ബലം, രശ്മി ബലം എന്നിവയോട് കൂടി നിന്നാൽ, ശുക്രൻ നിന്നാൽ അതിനെ മാളവികാ യോഗം എന്ന് പറയും. അതുപോലെ തന്നെ വ്യാഴഗ്രഹം നിന്നാൽ അതിനെ ഹംസ മഹായോഗം എന്ന് പറയും. ശനിഗ്രഹമാണെങ്കിൽ ശശ മഹായോഗം എന്നും. ചൊവ്വാഗ്രഹമാണ് ഈ ക്രൂരഗ്രഹം എന്ന് പറയുന്ന ഗ്രഹം. ഇതുപോലെ സ്വക്ഷേത്ര, ഉച്ചക്ഷേത്ര ബലത്തോടു കൂടി നിന്ന രുചക മഹായോഗം എന്നും പറയും. ബുധഗ്രഹം നിന്നാൽ അതിനെ 10-ാം ഭാവത്തിൽ, 4-ാം ഭാവത്തിൽ, 7-ാം ഭാവത്തിൽ മിഥുനം, കന്നി എന്നീ രാശികൾ പ്രാപിച്ച് ബലവാനായിട്ട് നിന്നാൽ ഭദ്രമഹായോഗം എന്ന് പറയും. ഇങ്ങനെ 5 പ്രധാനപ്പെട്ട യോഗങ്ങളാണ് വേൾഡ് തലത്തിൽ ആളുകളെ പ്രസിദ്ധന്മാരും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും ഒക്കെ ആക്കുന്നത്. ഈ യോഗനിലകളിൽ ഒരു ഉദ്ഘാടനം ചെയ്താൽ, ഇങ്ങനെ ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ആ പ്രസ്ഥാനം വളർന്ന് പന്തലിച്ച് വലിയ യോഗം ആയിട്ട് വരും. ചുരുക്കത്തിൽ ഇതിന് 8-ൽ ഖേതു നിൽക്കുന്നത് കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ മാളവ്യ യോഗം കൂടുതൽ ഫലിക്കാതെ വരുന്നു. കലാരംഗത്തേക്കാണ് ഇദ്ദേഹത്തിന് കൂടുതലും സാധ്യത. ആർട്ടിസ്റ്റുകൾ, നടൻ, നടി, പ്രാസംഗികൻ, മഹേന്ദ്രജാലം, ഇന്ദ്രജാലം ഒക്കെ കാണിക്കുന്നവർ, അതുപോലെ സമര നേതാവ്, രാഷ്ട്രീയ നേതാവ് എന്നല്ല, സമര നേതാവ്, ഇവർക്കൊക്കെ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവരതിൻ്റെ ഏറ്റവും ടോപ്പിലാവും. പക്ഷേ 8-ൽ ഖേതു എന്ന് പറയുന്ന ഗ്രഹം വഴിമധ്യേ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതിന് വേണ്ട പ്രതിവിധികൾ, പ്രായശ്ചിത്തങ്ങൾ, പ്രാർത്ഥനകൾ, നൊയമ്പുകൾ, ദേവാലയ ദർശനങ്ങൾ, പുണ്യപ്രവർത്തനങ്ങൾ ഒക്കെ ചെയ്താൽ ഇവർ ഈ എത്തേണ്ടിടത്തെത്തും. ഈ ഖേതു എന്ന് പറയുന്നതിന് പരിഹാരം ജ്യോതിശാസ്ത്രപരമായിട്ട് ഗണപതി ഹോമം നല്ലതാണ്. ഗണപതി ഹോമം ഒരു 8 ദിവസം രാധികയുടെ മകൻ്റെ പേര് നക്ഷത്രവും ചേർത്ത് കരിമ്പ്, കദളിപ്പഴം, അവല്, മലര്, അതുപോലെ തന്നെ കറുക പുല്ല്, മുക്കുറ്റി എന്ന് പറയുന്ന ചെടി, ഇത്രയും ചെറുതേൻ തളിച്ച് ഉപസ്തരിക്കുന്ന, അതായത് നെയ് കൊണ്ട് തളിച്ചതിന് ശേഷം ഇവ ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗം ഗണപതയേ വര വരദ സർവജനം മേ വശമാനയ സ്വഹ ഗണാനാന്വാ ഗണപതിം ഹവാമഹേ കവിം കവീന ഉപവസ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പദ ആനസ്വന്നീതിബി സീതസാധനം. അതായത് മഹാഗണപതിയുടെ മൂലമന്ത്രവും മഹാഗണപതിയുടെ സന്തോഷിപ്പിക്കുന്ന ഉപചാരമന്ത്രവുമാണ്. ഇതുകൊണ്ട് ഈ പറഞ്ഞ മുക്കുറ്റി, കറുക, അതുപോലെ കരിമ്പിൻ കഷ്ണം, കദളിപ്പഴം, അവലെ മല്ല്, കൊട്ടത്തേങ്ങ
ആനയ്ക്ക് നാളികേരം ഇഷ്ടമാണ്. ആന ഇഷ്ടപ്പെടുന്ന ആഹാരങ്ങൾ എന്തും ഗണപതിക്ക് ഇഷ്ടമാണ്. ഈ കൊട്ടത്തേങ്ങ എല്ലാം കൂടെ ഈ പറഞ്ഞ പോലെ ഈ മന്ത്രത്തോട് കൂടി പേര് നക്ഷത്രം ചേർത്ത് 108 വീതം ഹോമിക്കുക. അത് 1008 കുറച്ച് പേര് കൂടിയിരുന്ന് 10008 എത്രയുണ്ട് അധികസ്യ അധികം ഫലം, എത്രയെല്ലാം കൂടുതൽ ജപിച്ചോ അത്രയും കൂടുതൽ ഫലം എന്നർത്ഥം. ഇങ്ങനെ 8 ദിവസം ചെയ്ത് വൈഡൂര്യം എന്ന രത്നവും കൂടെ ധരിച്ച് വരികയാണെങ്കിൽ, അതായത് കാറ്റ്സൈ എന്ന് പറയും ഇംഗ്ലീഷിൽ, എൻ്റെ രാസനാമം, ആ രത്നവും ധരിച്ച് വന്നാൽ ഈ കാഠിന്യങ്ങൾ ഒരു 90% മാറിക്കിട്ടും. ആൾ കലാരംഗത്ത് വളരെ കഴിവോടെ കയറി വരും. എങ്കിലും 26 വയസ്സ് മുതലാണ് ഇദ്ദേഹം കൂടുതൽ പ്രസിദ്ധി കേൾക്കാൻ ഇടയാവുന്നത്. ആ കാലഘട്ടം വരുമ്പം വീണ്ടും ഈ ഗ്രഹനില സഹിതം അങ്ങനെ ആയി എങ്കിൽ വീണ്ടും കത്തെഴുതുക. അതിൽ നിന്ന് ഡെവലപ്പ് ആവാനുള്ള കാര്യങ്ങൾ അന്ന് പറഞ്ഞു തരുന്നതാണ്. ജ്യോതിഷഭക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. പ്രശ്നപരിഹാരങ്ങളും മാർഗ്ഗനിർദ്ദേശങ്ങളും ഒക്കെ ഉറപ്പിക്കുക.